ഹലോ ടീച്ചേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഡെയിലി മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. HSA നാച്ചുറൽ സയൻസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യമായ പ്ലാനിങ്ങും റിവിഷനൊക്കെ ചെയ്യേണ്ട സമയം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. പക്ഷേ ഈ സമയത്ത് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും അനാവശ്യമായ ചിന്തകളൊക്കെ വരുന്നത്. ശരിയല്ലേ? പലർക്കും പല രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് ഈ ടൈമിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ കുറച്ച് ലേറ്റായി പോയി പഠനം തുടങ്ങാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ മുമ്പ് തുടങ്ങായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചേനെ. ചിലർ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ പഠനം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി, ഞാനിപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഫ്രഷായിട്ട് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓർത്തെടുക്കാൻ എന്ന് ചുമ്മാ ചിന്തിക്കുന്നുണ്ടാവും. ഈ ഗ്യാപ്പ് വന്നത് വലിയൊരു പ്രശ്നമാവോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ ചിലർ വിചാരിക്കുന്നുണ്ടാവും, സിലബസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല, സിലബസിലെ കുറേ ഭാഗങ്ങൾ ഇപ്പോഴും പെൻഡിങ് ആണ്, ഇനി എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ടൈം കിട്ടുന്നില്ല. മറ്റ് ആസ്പിരൻസൊക്കെ മറ്റ് ഉദ്യോഗാർത്ഥികളൊക്കെ കുറേ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി മറന്നു പോകുന്ന പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടാവും. ഇതിൻ്റെ പേരിലൊക്കെ സ്ട്രെസ്സും സ്ട്രെയിനും അടിച്ച് മറ്റു കാര്യങ്ങൾ ഇനിയുള്ള ടൈമും കൂടെ വേസ്റ്റാക്കി കളയുന്നവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അത് റിയലൈസ് ചെയ്യുക, നമ്മളിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ എഫേർട്ടിനെയും നമ്മുടെ ടൈമിനെയും ഒക്കെ വാല്യൂ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാം നിങ്ങൾക്കും കൂടിയുള്ളതായിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള സമയം മറ്റ് അനാവശ്യമായ ചിന്തകൾക്ക് വിട്ടുകൊടുക്കാതെ നമുക്ക് എങ്ങനെ മുന്നിലോട്ട് എത്താൻ പറ്റും എന്ന കാര്യമായിരിക്കണം ചിന്തിക്കേണ്ടത്. ഹാർഡ് വർക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്മാർട്ട് വർക്ക് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു കുറഞ്ഞ ടൈമിൽ മാക്സിമം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് മുന്നോട്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അപ്പോൾ അതിന് ചെറിയൊരു സഹായം എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ ഒരു ചാനൽ എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബയോടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള 30 MCQ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ബേസിസിൽ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മോർണിംഗ് ടൈമിൽ ടോപ്പിക്ക് പറയും, അതനുസരിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഈവനിങ് ടൈമിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ക്വസ്റ്റ്യൻ ഓപ്ഷൻസും ഞാൻ ആദ്യം പറയും, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. OMR ഷീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവുക. അതിനുശേഷം നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ടു കട്ട് DNA അറ്റ് സ്പെസിഫിക് സീക്വൻസ്? ഓപ്ഷൻസ്: A. DNA polymerase, B. restriction endonuclease, C. ligase, D. helicase. Ligases are used in genetic engineering to: option A. cut DNA, B. amplify DNA, C. join DNA fragments, D. sequence DNA. 3. The first step in recombinant DNA technology is: option A. ligation, B. cloning, C. isolation of DNA, D. transformation. 4. Which tool help in linking DNA fragments to vectors? Option A. ligases, B. helicases, C. linkers, D. probes. 5. Which molecule is used to detect a specific DNA or RNA sequence? Option A. ligase, B. linker, C. probe, D. helicase. 6. A vector commonly used in gene cloning is: ഇത് ക്ലോണിങ് ആൻഡ് വെക്ടേഴ്സ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എ വെക്ടർ കോമൺലി യൂസ്ഡ് ഇൻ ജീൻ ക്ലോണിങ് ഈസ്: ഓപ്ഷൻ എ RNA, B. പ്ലാസ്മിഡ്, C. ligase, D. protein. 7. Transformation refers to: option A. transferring DNA into host, B. introducing foreign DNA into a host cell, C. DNA sequencing, C. cDNA synthesis. 8. The host cell used for gene cloning is usually: option A. virus, B. algae, C. bacteria, D. fungus.
9. Which organism is used to produce insulin through rDNA technology? Which organism is used to produce insulin through recombinant DNA technology? Option A. E. coli, B. Streptococcus, C. Penicillium, D. Yeast. 10. Gene cloning produces option A. Mutant protein, B. Identical copies of DNA, C. DNA fingerprint, D. RNA fragments. നെക്സ്റ്റ് ബ്ലോട്ടിംഗ് ടെക്നിക്സ് ആൻഡ് DNA ഫിംഗർപ്രിൻറ്റിംഗ് എന്ന് പറയുന്ന സബ് ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ 11. Southern blotting is used to detect option A. RNA, B. protein, C. DNA, D. carbohydrate. 12. Northern blotting is used to detect option A. lipids, B. DNA, C. RNA, D. enzymes. 13. Western blotting identifies option A. RNA, B. DNA, C. proteins, D. sugar. 14. DNA fingerprinting was developed by option A. Watson and Crick, B. Alec Jeffrey, C. Carey Mullis, D. Hargovind Gorana. 15. DNA fingerprinting works on option A. SNP markers, B. satellite DNA sequence, C. tRNA, D. rRNA. Subtopic libraries, PCR and sequencing. 16. Genomic library contains option A. all genes, B. only expressed genes, C. only RNA, D. only protein. 17. cDNA library is synthesized from option A. rRNA, B. mRNA, C. tRNA, D. DNA. 18. PCR was developed by option A. Watson, B. Alec Jeffrey, C. Carey Mullis, D. Michelson. 19. PCR helps in option A. protein synthesis, B. DNA amplification, C. RNA transcription, D. protein cleavage. 20. The enzyme used in PCR is option A. Taq polymerase, B. DNA ligase, C. RNA polymerase, D. DNA helicase. 21. The Human Genome Project was completed in option A. 2001, B. 2003, C. 1998, D. 2000. 22. Human Genome Project helps in identifying option A. species count, B. pathogens, C. all human genes, D. protein structure. 23. Monoclonal antibodies are produced using option A. Hybridoma technology, B. PCR, C. ELISA, D. Western blotting. 24. Hybridoma cells are found by fusion of option A. RBCs and WBCs, B. lymphocytes and myeloma cells, C. T cells and B cells, D. plasma and memory cells. 25. A transgenic organism contains option A. viral genome, B. chemically modified genes, C. foreign gene inserted into its genome, D. only RNA. Next subtopic applications and hazards. 26. Golden rice is an example of option A. herbicide resistant plant, B. vitamin A enriched transgenic rice, C. insects resistant wheat, D. protein rich maize. 27. Bioremediation using genetically modified organism is a method of option A. mining, B. waste management, C. pollution control, D. crop yield enhancement. 28. Bt cotton is engineered to resist option A. herbicides, B. bacteria, C. insects, D. drought. 29. The major concern with genetically modified food is option A. nutritional deficiency,
B. Allergenicity. C. Color changes. D. Low yield. Last question ആണ്. The main ethical concern in biotechnology involves option A. Production cost. B. Use of microbes. C. Genetic manipulation of humans. D. Color of crops. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതുവഴി നിങ്ങളുടെ സ്കോറും കണ്ടെത്താം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് കിട്ടിയ സ്കോർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ, അത് കൂടുതലാണെങ്കിലും ചെറിയ മാർക്കാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും കൂടെ പ്രചോദനമായിരിക്കും ഇത്തരത്തിൽ നല്ല രീതിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മാത്രമല്ല, അക്കോർഡിംഗ് ടു സൈക്കോളജി അടുത്ത ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അത് പ്രേരിപ്പിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്, വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ടു കട്ട് DNA അറ്റ് സ്പെസിഫിക് സീക്വൻസ്? ഓപ്ഷൻ ബി, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലൈഗേസ് ആർ യൂസ്ഡ് ഇൻ ജെനറ്റിക് എഞ്ചിനീയറിംഗ്? ഓപ്ഷൻ സി, ജോയിൻ DNA ഫ്രാഗ്മെൻറ്റ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ Recombinant DNA Technology? Option C, isolation of DNA. Fourth, which tool help in linking DNA fragments to vector? Option C, linkers. 5. Which molecule is used to detect a specific DNA or RNA sequence? Option C, probe. 6. A vector commonly used in gene cloning? Option B, plasmid. 7. Transformation referred to? Option B, introducing foreign DNA into host cell. 8. The host cell used in gene cloning is usually option C, bacteria. 9. Which organism is used to produce insulin through recombinant DNA technology? Option A, E. coli. Genetic gene cloning produces option B, identical copies of DNA. 11. Southern blotting is used to detect option C, DNA. Northern blotting is used to detect option C, RNA. Western blotting is identify option C, proteins. 14. DNA fingerprinting was developed by option B, Alec Jeffrey. 15. DNA fingerprinting works on option B, satellite DNA sequence. 16. Genome library contains option A, all genes. 17. cDNA library is synthesized from option B, mRNA. 18. PCR was developed by option C, Carey Mullis. 19. PCR helps in option B, DNA amplification. 20. The enzyme used in PCR is option A, Taq polymerase. 21. The Human Genome Project was completed in option B, 2003. 22. Human Genome Project helps in identifying option C, all human genes. 23. Monoclonal antibodies are produced using option A, Hybridoma technology. 24. Hybridoma cells are formed by fusion of option B, B lymphocytes and myeloma cells. 25. A transgenic organism contains option C, foreign gene inserted into its genome. 26. Golden rice is an example of option B, vitamin A enriched transgenic rice. 27. Bioremediation used in GMOs is a method of option C, pollution control. 28. Bt cotton is engineering to resist option C, insects. 29. A major concern with GM foods is option B, allergenicity. 30. Last question ആണ്. The main ethical concern in biotechnology involves option C, genetic manipulation of humans. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്